ഇബ്നു ഹജർ പറയാണ് ആ വഹ്ഷിൻ്റെ ആ ഒരു പിന്നെ ഈ അറബികൾക്കുണ്ടല്ലോ ഖയാഫ എന്ന് പറയും. ഖയാഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന ഗോത്രക്കാരനാണെന്ന് പറയും അല്ലേ. ആളുകളെ കാല് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് വാപ്പി മകനാണെന്ന് പറയും. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗല സെയ്ദ് ബിനു ഹാരിസ, സെയ്ദ് ബിനു ഹാരിസ ബനു കെൽബ് ഗോത്രക്കാരനാണ്. വെളുത്ത് അതിസുന്ദരനായിരുന്നു സെയ്ദ്. പക്ഷെ കുട്ടി മകൻ ഉസാമ ഇബ്നു സെയ്ദ് കറുത്ത തൊലിപ്പുറായിരുന്നു ഉസാമ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പിന്നെ അതിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഒരു പിന്നെ എന്തായി പറയാ ഒരു വിഷമം പോലെയായിരുന്നു. പക്ഷേ ഒരിക്കൽ ഉസാമയും വാപ്പി കിടക്കുകയാണ്, സെയ്ദും ഉസാമയും കിടക്കുകയാണ്, വാപ്പി മുന്നിൽ കിടക്കുകയാണ്. രണ്ടാളും പുറപ്പെട്ടിട്ടുണ്ട്, പുറച്ചാണ് കിടക്കുന്നത്. കാല് മാത്രമേ കാണുന്നുള്ളൂ, മുഖം കാണുന്നില്ല. അപ്പോഴാണ് ഒരു ഖായിഫ് വന്നത്. ഖായിഫ് വന്നിട്ട് പറയുന്നത് കാല് കണ്ടിട്ട് കളറ് രണ്ടും വേറെ വേറെ, പക്ഷെ കാല് രണ്ടും ഒരു വാപ്പാൻ്റെയും മോൻ്റെയും കാല് പോലെ എന്ന് പറയുന്നത്. റസൂലുള്ളാഹിക്ക് എന്തോ ഒരു ആശ്വാസവും സമാധാനം ഉണ്ടായതാണ്. അന്ന് ഈ അറബികൾക്ക് ഈ ഖയാഫ എന്ന് പറയും. ഇങ്ങനെ ഈ ഒരു അത് അദൃശ്യം പറയലല്ലോ കേട്ടോ, കൈനോട്ടക്കാരോട് അർത്ഥമല്ല. പിന്നെ ഈ ലക്ഷണം കണ്ടിട്ട് പറയുന്ന ഇന്ന ഗോത്രക്കാരനാണ് അല്ലെങ്കിൽ ഇന്ന വാപ്പാൻ്റെ മകനാണ് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ അത് ഉണ്ട്. ഈ വഹ്ശി അന്ന് അടിമയാണ്. അപ്പോൾ ഈ പിന്നെ അദീ ഇബ്നുൽ ഖിയാറിൻ്റെ മകനെ പ്രസവിച്ച കുട്ടിനെ സ്വന്തം ഉമ്മു ഖിതാലിൽ നിന്ന് എടുത്തിട്ട് മുലയൂട്ടുന്ന സഅദിയ എന്ന് പറയുന്ന പെണ്ണിന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അത് കൊണ്ടുപോയി കൊടുക്കുന്നത് ദീത്തുവയിലേക്കാണ് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ആ ദീത്തുവയിലേക്ക് കുട്ടീനെ കൊടുക്കുമ്പോൾ എൻ്റെ കാല് രണ്ടും വെളിവാകലുണ്ട്. അന്ന് ഒരു കുട്ടീൻ്റെ കാല് വെളിവായി ഞാൻ കണ്ടിട്ടുണ്ട്. ആ കാലാണ് ഈ കാല് എന്ന് പറയുന്നത്. 50 കൊല്ലത്തിന് ശേഷം കണ്ട ഈ കാല് എന്ന് പറയുന്നത്. അപ്പോൾ ഇബ്നു ഹജർ പറയാണ് 50 വർഷത്തെ ഇടവേളൻ്റെ 2 കാഴ്ചക്കും ഇടയിൽ എന്നിട്ടും ആ ഒരു പിന്നെ ഖയാഫ അവർക്ക് ഈ ലക്ഷണം പറയാനുള്ള ആ ഒരു കഴിവ് അത് ഭയങ്കരമായിരുന്നു. അതിൽ പ്രസിദ്ധനായിരുന്നു വഹ്ശി എന്നാണ് പറയുന്നത്. അല്ലാഹു അല്ല, അതിന് സഹിയായി ധരിക്കപ്പെടുന്ന ഒരു ചരിത്രമാണത്. ദീത്തുവൻ്റെ ചരിത്രം വായിക്കുമ്പോൾ കുറേ നമ്മളിപ്പോൾ മക്കയിലും മദീനയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തിലും കുറേ ചരിത്രമുണ്ട്.